എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ചൂടുള്ള പഴംപൊരിയാണ്. ഈ ചൂട് പഴംപൊരിയും ഐസ്ക്രീമും വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതറിയാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. എല്ലാവർക്കും അറിയാലോ ഈ പഴംപൊരി ഉണ്ടാക്കാൻ, മിക്ക ആൾക്കാർക്കും അറിയാം. എന്നാലും നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന്. പഴം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് റൗണ്ടായിട്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യണ കണ്ടിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ നല്ല സുഖമാണ് ഇതുപോലെ ആകുമ്പോൾ. പിന്നെ കുറച്ച് നമ്മൾ സാധാരണ നീളത്തിലും അരിഞ്ഞെടുക്കുന്നുണ്ട്. എൻ്റെ ഫേവററ്റ് പരിപ്പോടയാട്ടോ. പഴംപൊരി ഞാൻ കഴിച്ചാലും എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളത് പരിപ്പോടയാണ്. ഇനി നമുക്ക് പഴംപൊരിയിലേക്ക് വേണ്ട 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി, കുറച്ച് ടെർമറിക്, പിന്നെ കാർഡമൻ പൗഡർ, സോൾട്ട്, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യുക. ഏകദേശം ഞാൻ 2.5 കപ്പ് വെള്ളമാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാട്ടോ ഈ പഴംപൊരി. ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ശർക്കര 2 ടീസ്പൂൺ വെള്ളമായിട്ട് മിക്സ് ചെയ്തതാണ്. ഈ ശർക്കര എൻ്റെ ആ ഫ്രണ്ട് ചെയ്യണ കണ്ടിട്ടാട്ടോ ഞാൻ ഈ ശർക്കര ഉപയോഗിക്കുന്നത്. ഞാൻ ശർക്കരയും പഞ്ചസാരയും ഒന്നും സാധാരണ പഴംപൊരി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഈയിടെ ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കര പാനി ഒഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മധുരം ചേർക്കാറേ ഇല്ല. പഴം നല്ല സ്വീറ്റ് ആണെങ്കിൽ നമ്മൾ മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി ടെർമറിക് ചേർക്കുകയാണ് ആ ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ മാവ്, പുളിച്ച മാവാട്ടോ ചേർക്കുന്നത്. അതിൻ്റെ ആ പുളിയൊക്കെ വരുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. ഈ ദോശ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളൊരു അരമണിക്കൂറോളം മിനിമം വെക്കുക. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ മാവ് ചേർക്കുന്നതുകൊണ്ട്. ഫ്ലെയിം ഹൈയിലാണ് ആദ്യം വെക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടാവുമ്പോൾ ഓരോ ബനാന സ്ലൈസസും ഇതിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ആദ്യം മാത്രമാണ് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയമിലേക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. പതുക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ബാറ്ററിൽ നല്ലോണം മുക്കാൻ ശ്രദ്ധിക്കുക. രണ്ട് ഭാഗവും അത്യാവശ്യം മൊരിഞ്ഞു വരണം. പഴംപൊരി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കോളേജ് ഡേയ്സ് ആണ്. തിങ്കളാഴ്ചയോ എനിക്ക് ഏതാ ദിവസം എന്ന് ഓർമ്മയില്ല, ഒരു ദിവസം മാത്രമാണ് ഈവനിങ് നമുക്ക് കോളേജിൽ ക്യാൻറ്റീനിൽ പഴംപൊരി കിട്ടുക. അപ്പോൾ ആ ദിവസം മാത്രം ഞാൻ ക്യാൻറ്റീനിലേക്ക് ഓടിപ്പോകും ഈ പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പഴംപൊരി കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതലും ഇഷ്ടം പരിപ്പോടെയാണ് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ. പഴംപൊരിയുടെ അത്രയും വലിയ ഫാനൊന്നും ആയിരുന്നില്ല. പക്ഷേ കോളേജ് കഴിഞ്ഞ പിന്നെ എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് പഴംപൊരിയാണ്. ഇപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നൊരു സ്നാക്കാണ് വീട്ടിൽ. പല രീതിയിലും ഉണ്ടാക്കും കേട്ടോ. ഇതൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. പഞ്ചസാര ഇട്ടുണ്ടാക്കും, പഞ്ചസാര ഇടാണ്ട്, ശർക്കര ഇടാണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കും. എങ്ങനെയാണോ തോന്നണത് അതുപോലെ ഉണ്ടാക്കും. ഇതാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേജിൽ നമുക്ക് എടുക്കാം. കൂടുതൽ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.